തണുത്ത കട്ടൻ ചായ, ഇവിടുത്തെ ഞാലിപ്പൂവല്ല പഴവും. ഒരുത്തം വീട് വിട്ടിറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നോ? മടുപ്പ്. ചില സത്യങ്ങൾ മടുത്തോന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്റെ കാര്യത്തിൽ ശരിയാ, പ്രത്യേകിച്ച് ചില സത്യങ്ങൾ മടുത്തോന്നതില്. പറയോ കൂടുതല്? എനിക്ക് കഥകളേക്കാൻ വലിയ ഇഷ്ടാ. ഇത് കഥയല്ല, സത്യങ്ങൾ വെറുക്കുന്ന പോലെ മടുക്കുകയും ചെയ്യും. ഈയിടെ വണ്ടി ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. എൻ്റെ അമ്മയുടെ നാടായത്, മാമ്പഴക്കരി. അതൊരു ഓണം കേറാമൂലം വെള്ളക്കുഴിയാന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. അമ്മയും കൂട്ടരും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു, വിപ്ലവകാരികൾ, സത്യസന്ധരായ വിപ്ലവകാരികൾ. എൻ്റെ അച്ഛൻ നമ്പൂരി പണ്ട് ഈ നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്, വിപ്ലവത്തിന്റെ പേരിൽ. ആ ചോരത്തിളപ്പിൽ ജാതിയും തൊലിന്റെ നിറവും ഒക്കെ ഇല്ലാണ്ടാവുമല്ലോ. അങ്ങനെ കരിപ്പട്ടി പോലെ കറുത്ത എൻ്റെ അമ്മയും കൊണ്ട് അന്ന് എൻ്റെ അച്ഛൻ ഒളിച്ചോടി. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒളിച്ചോട്ടം. പിന്നീട് അങ്ങോട്ട് ഒളിച്ചോട്ടങ്ങളുടെ കാലമായിരുന്നു. ഈ മഠത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒളിച്ചോടിയെന്നൊന്നും അമ്മ പറയത്തില്ല. എന്റെ നമ്പൂരി എന്നെ ഇട്ടേച്ചും പോയിന്നാ അമ്മയുടെ പറച്ചിൽ എപ്പോഴും. എന്തോ എനിക്കിടെയെല്ലാം പരിചിതം പോലെ. കുട്ടിയുടെ കൗതുകവും കുട്ടിയുടെ അമ്മയുടെ തുടുത്ത കവിളും ചിരിയും എല്ലാം. ഈ കുട്ടി എന്നുള്ള വിളി വേണ്ടാട്ടോ. ജയശ്രൂട്ടിന്ന് അങ്ങ് വിളിച്ച എനിക്കിവിടെ ധൈര്യത്തോടെ ഇരിക്കാലോ. പുരുഷന്മാരെന്നെ ജയശ്രൂട്ടിന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. മോളെ ജയശ്രുട്ടി, നിന്റെ അമ്മ എവിടെ? ഓ, ഞാനേ ഇവിടുത്തെ കാരണവരാ. ധാരാളം ആട്ടമൊക്കെ ഉള്ള ഒരാളാ, ബിസി. ജയശ്രീ എന്റെ ജയശ്രൂട്ടിയാ. അവൾ എന്തൊക്കെയാണാവോ പറഞ്ഞു തന്നത്. മോളെ ജയശ്രുട്ടി, ഇന്നൊരു കളിയുണ്ട്, നമ്മുടെ മാപ്പിളക്കുട്ടിയുടെ വകയാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം.
നമസ്കാരം. ഗുളിയ ഗുളിയ ഗുളിക കൊണ്ടുവാ മോളെ. ദാ, സീരിയൽ കാണാൻ പോവാ. ഇരുന്ന് ഉറങ്ങിക്കളയല്ലേ. 7:30 അടിക്കുമ്പോ വരണം. 7:30 അടിക്കുമ്പം വരണം. ഓന്റെ ആട്ടും തുപ്പും കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. സിക്കന്ദറും അബൂട്ടിയും നിന്നെ കണ്ട് മാപ്പ് പറയണമെന്നും പറഞ്ഞ് എന്റെ കൂടെ വന്നതാ. പക്ഷെ ഇങ്ങോട്ട് വരാൻ എനിക്ക് മാത്രമേ അനുവാദം കിട്ടിയുള്ളൂ. നിന്നെ ഞങ്ങൾക്ക് വേണം. സുപ്രീം കോടതി വരെ പോയാലും ശരി, നിന്നെ ഞങ്ങൾ പുറത്തിറക്കും. ഇല്ലെങ്കിൽ ബാബയുടെ ആത്മാവ് പൊറുക്കൂല. ഏകലോചനം ചെയ്യാൻ അറിയാവുന്ന ഏക കഥകളി നടൻ ഈ കാരക്കലീശ്വരൻ നമ്പൂരിയാണ്. ഈ ഏകലോചനം കൊച്ചു കാര്യമാണോ? മുഖത്തിന്റെ 2 ഭാഗത്ത് 2 ഭാവങ്ങൾ വരണം ഒരേ സമയത്ത്. എന്താ കഴിയോ? അതറിയാവുന്ന ഒരാളും ജീവിച്ചിരിപ്പില്ല, ഈ ഞാൻ ഒഴികെ. തകഴി കുഞ്ചുകുറുപ്പ് ഈ മലയാളം കണ്ട മഹാകഥകളി നടൻ. അദ്ദേഹം ഡൽഹിയിൽ പോയി പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ മുമ്പിൽ കഥകളി ആടി. സാക്ഷാൽ രാധാകൃഷ്ണൻ തലപ്പാവൂരി അദ്ദേഹത്തെ വണങ്ങി എന്നാണ് കഥ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ മഹാനടൻ തോട്ടം ശങ്കരൻ നമ്പൂരി, എന്റെ അഭിവന്ദ്യ ഗുരു. ഞാൻ ആരാകേണ്ടവനാ? പറ്റിപ്പോയി, എപ്പോഴോ പറ്റിപ്പോയി. കുരുത്തക്കേട്. ഈ കുരുത്തക്കേട് ഞാൻ അർഹിക്കുന്നുണ്ടോ മാപ്പിളെ? തലയിലുറയ്ക്കാത്ത കിരീടം, അരയിലുറയ്ക്കാത്ത കച്ച.